കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ശേഷം പാർട്ടിക്കും മുന്നണിക്കും സംഭവിച്ച വീഴ്ചകൾ ഗൗരവമായി പരിശോധിച്ചേ തിരുത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാത്തവർക്ക് പാർട്ടിയിൽ തുടരാനാകില്ലെന്നും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഞങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ തിരുത്തേണ്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്തും. ഇത്രയും കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ആലോചിച്ചത്. അതല്ലാതെ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം താഴെ പാർട്ടി നിലവാരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങൾ വരട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജൂൺ അവസാനം യോഗം ചേർന്ന് ഇതിന്റെ മറ്റ് തുടർ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കും. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇപ്പോഴും പറയാനുള്ളൂ. ഇനി അതിന്റെ പുറത്ത് CPI എടുത്ത തീരുമാനത്തെക്കുറിച്ചോ, CPIയുടെ നിലപാടല്ലേ, അത് അവര് വിശദീകരിച്ചോട്ടെ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് എന്റെ തലയിൽ വെക്കല്ല ദയവ് ചെയ്തിട്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഉന്നയിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പോ ഉണ്ടാവും. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറയുന്നില്ല. അത് നിങ്ങളെ അഭിപ്രായത്തിൽ കിടക്കട്ടെ, എന്റെ അഭിപ്രായത്തിൽ ചേർക്കല്ലത്. ഇല്ല, ആശാസമരത്തിനൊക്കെ അന്ന് തന്നെ ക്ലാരിറ്റി വരുത്തിയതാ. ഇല്ല, ആശാസമരത്തോടെടുത്ത നിലപാട് തെറ്റായിരുന്നു എന്നുള്ളത് എവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടില്ല. കാരണം ആശാസമരത്തിന്റെ ലക്ഷ്യം പ്രശ്നം പരിഹരിക്കലായിരുന്നില്ല. ആശാസമരത്തിന്റെ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ ഗവൺമെന്റ് വിളിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതാണ്. അതിന് സഹായകരമായ നിലപാട് സ്വീകരിച്ചില്ല. രാഷ്ട്രീയമായിട്ട് അതിനെ വേറെ വഴിക്കൂടെ തിരിച്ചുവിടാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് അതിന്റെ വിശദാംശങ്ങളൊന്നും പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല.